എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ PYQ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ക്ലാസ് ആണ് നമ്മുടെ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ വൊക്കാബുലറി എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് PYQ സീരീസിന്റെ ഗുണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു. മാക്സിമം എല്ലാവരും ചെയ്ത് നോക്കുക. ലേറ്റസ്റ്റ് ട്രെൻഡും പാറ്റേൺ ഒക്കെ അറിഞ്ഞിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറച്ചും കൂടെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ആ ഒരു പോർഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ സമയം കളയേണ്ട. നമുക്ക് ഇന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് CPO എക്സാമിന്റെ ആണ് കേട്ടോ. അതിന്റെ ഫസ്റ്റ് വൺ എന്റെ കൂടെ തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണേ. ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് ഓവർ. മീറ്റിംഗ് പകുതി കഴിയുന്നവരെ അവര് വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലെ. വരെ എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാ അവിടെ വരുന്നത്? അൺടിൽ അല്ലെങ്കിൽ ടില്ല് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. അൺടിൽ അല്ലെങ്കിൽ ടിൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വരെ അല്ലെ, അതുവരെ. മീറ്റിംഗ് പകുതി കഴിയുന്നവരെ അവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി ബട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷേ അല്ലെ. ബട്ട് എന്ന് പറഞ്ഞാല് പക്ഷെയാണ്. ദേ ഡിഡ് നോട്ട് കം, അവർ വന്നില്ല, പക്ഷെ മീറ്റിംഗ് പകുതി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത്രയെങ്കിലും അല്ലെ. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും മാർക്ക് കിട്ടണം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയെങ്കിലും. ഓക്കെ, ഇനി ഹൗ എവർ എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നുള്ള മീനിങ് ആണ് ഹൗ എവർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ. അപ്പൊ ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ, എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഹി സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. ഓൾഡ് സ്കൂൾ മേറ്റ്സ് ആയിട്ട് ഇപ്പോഴും അവന് ടച്ച് ഉണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇപ്പോഴും എന്ന് പറയുമ്പോൾ പ്രസന്റുമായിട്ട് കണക്ഷൻ ഉണ്ട്. ആ പ്രസന്റുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഏതായിട്ട് വരാൻ സാധ്യത? വേഗം പറഞ്ഞോളൂ ആൻസർ. ഓക്കെ, സിമ്പിൾ പ്രസന്റ് അല്ലെ. ഹി സ്റ്റിൽ കീപ്സ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. ശരിയല്ലേ? ഓക്കെ, ഇനി ഇവിടെ ഓൾഡ് കണ്ടു എന്നും പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആണെന്നും വിചാരിച്ച് കെപ്റ്റ് പോയിട്ട് ബബിൾ ചെയ്യരുത് കേട്ടോ. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത നമ്മുടെ ഫ്രേസൽ വെർബുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ. എന്തായിരിക്കും ആൻസർ? വേഗം ആൻസർ പോരട്ടെ. വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ. കോഫി തീർന്നു പോയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ടീ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെ. അപ്പൊ തീർന്നു പോവുക, എക്സോസ്റ്റ് ചെയ്യുക എന്നൊക്കെ മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് ഇവിടെ ഏതാ? നിങ്ങൾക്ക് അറിയാം, വേഗം പറ. ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലെ. റൺ ഔട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, തീർന്നു പോയി, എക്സോസ്റ്റ് ചെയ്തു, തീർന്നു പോയി, ടയേർഡായി അല്ലെങ്കിൽ എക്സോസ്റ്റ് ചെയ്യുക എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബ് റൺ ഔട്ട്. നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം, ഔട്ടിൽ പോയിട്ട് റൺ ചെയ്ത് കഴിയുമ്പോൾ കുറെ ഓടിക്കഴിയുമ്പോൾ നമ്മൾ ആകെ തീർന്നു പോണ പോലെയൊക്കെ ആവും. നമ്മൾ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തീർന്നു പോയി എന്നുള്ള രീതിയിലൊക്കെ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ റൺ ഔട്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മേക്കപ്പ് ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരു വേർഡ് ആയിരിക്കും അല്ലെ. മേക്കപ്പ് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ ഫ്രേസൽ വെർബിന് ഒന്നിൽ കൂടുതൽ മീനിങ്സ് വരുന്നുണ്ട്. അപ്പോ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് സ്റ്റോറി, ഒരു സ്റ്റോറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുക്കപ്പ് സ്റ്റോറീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പെട്ടെന്ന് കഥ ഉണ്ടാക്കി പറയാ. അതിനൊക്കെയാണ് നമ്മൾ മേക്കപ്പ്. അല്ലെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിന്റെ എല്ലാത്തിനെയും പാസ്റ്റ് ടെൻസിനും ഇത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യനിൽ മേക്കപ്പിന് പകരം മേഡപ്പ് ആയിരിക്കും, അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്റ് സ്റ്റോറീസ് അല്ലെങ്കിൽ കുക്കപ്പ് സ്റ്റോറീസ് ആണ്. ഓക്കെ, ഇൻവെന്റ് സ്റ്റോറീസ്. ഓക്കെ അല്ലേ? ഇനി മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ആണ് അല്ലെ. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആലോചിക്കാനായിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ഔട്ടിൽ പോയാൽ മാത്രമായിരിക്കും ചില ആൾക്കാരെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ അണ്ടർസ്റ്റാൻഡ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക കേട്ടോ. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ്. ഇനി അടുത്ത് നോക്കിയേ, ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാല് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രോക്ക് ഔട്ട് എന്നായിരിക്കും ചിലപ്പോ പറയാം കേട്ടോ. ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്ന് തുടങ്ങുക. സ്റ്റാർട്ട് സഡൻലി എന്നുള്ളതാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ആലോചിക്കാം, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ബ്രേക്ക് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഔട്ടിലേക്ക് പോകും അല്ലെ. ലഞ്ച് ബ്രേക്ക് ഒക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഔട്ടിൽ പോകുന്ന ഓർക്കാം. അപ്പൊ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്ന് തന്നെ എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ
പഠിച്ചു പോവാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഡാഷ് യു മൈൻഡ് വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വുഡ് യു മൈൻഡ് അല്ലെ, വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡിന് ശേഷം നമ്മൾ ജെറൻഡ് ഒക്കെ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ വുഡ് യു മൈൻഡ് വെയിറ്റിംഗ്, ഇവിടെ കണ്ടോ വെയിറ്റിംഗ് ആണ് വന്നിട്ടല്ലേ. വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡിന് ശേഷം എന്ത് വരണം? ING ഫോം ഓഫ് ദി വെർബ് വരണം. വെയിറ്റിംഗ് ഹിയർ ടിൽ ഐ റിട്ടേൺ. അല്ലാണ്ട് ക്യാൻ യു മൈൻഡ്, മേ യു മൈൻഡ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല അല്ലെ. അപ്പൊ പഠിച്ചു വെച്ചേക്ക, വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ്, അതിനുശേഷം ജെറൻഡ് വരണം. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ ഡാഷ് ആദ്യം കൊടുത്തിട്ട് യു മൈൻഡ് വെയിറ്റിംഗ്. അപ്പൊ മനസ്സിലാക്കുക, ഒന്നല്ലെങ്കിൽ വുഡ് യു മൈൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് ആയിരിക്കും. സെറ്റ് അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ഹീസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. എന്താണ് ആൻസർ ആയിട്ട് വരിക? ഹീസ് ഡാഷ് യൂറോപ്യൻ. നമ്മൾ ഇയും എയും ഒന്നും കണ്ടിട്ടല്ല അവിടെ എ ആണോ ആനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. എപ്പോഴും അതിന്റെ സൗണ്ട് അനുസരിച്ചിട്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ് വരിക അല്ലെ. യൂറോപ്യൻ, യു. അപ്പൊ ഏതാ വരണ്ട? യായാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്, യൂറോപ്യൻ. അപ്പൊ യായാണെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഹീസ് എ യൂറോപ്യൻ ടൂറിസ്റ്റ്. അല്ലാതെ AEIOU കണ്ടിട്ട് വേഗം പോയി ആൻ യൂസ് ചെയ്യുന്ന പരിപാടിയല്ല. എന്താ ചെയ്യേണ്ടത്? എപ്പോഴും സൗണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ എ ആണോ ആൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? അതേപോലെ തന്നെ ഇവിടെ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന വേറൊന്നുണ്ട്. ഡാഷ് EWE. വേഗം പറഞ്ഞേ. ഡാഷ് EWE ഏതാണ്? യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക അല്ലെ. യു എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അപ്പൊ എന്താ വരണ്ട? യാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. വീണ്ടും എ വരണം അല്ലെ. ഡാഷ് EWE, AU ആണ്. അതേപോലെ തന്നെ ഇതിനെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുക? ഡാഷ് OUIJA, ബോർഡ്. നിങ്ങൾ തന്നെ പറ, എന്താണ് വരിക? എ ആണ് വരിക അല്ലെ. അല്ലാതെ AEIOU വവൽസ് നോക്കിയിട്ടാണെങ്കിൽ നമ്മളിവിടെ ആന് കൊടുക്കും. പക്ഷെ അങ്ങനെയല്ല, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ വീജ എന്നാണ് വരിക കേട്ടോ. വാ എന്നുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നമ്മുടെ PSC PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആരും തെറ്റിക്കരുത്, എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം കേട്ടോ. അപ്പൊ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തേക്ക് കയറാം. യെസ്റ്റർഡേ ഷാരൻ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. എന്തായിരിക്കും ആൻസർ? യെസ്റ്റർഡേ കാണുമ്പോൾ തന്നെ വളരെ സിമ്പിൾ ആണ് അല്ലെ. യെസ്റ്റർഡേ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും. യെസ്റ്റർഡേ ഷാരൻ വെന്റ് ടു ദി സ്റ്റേഷൻ ടു മീറ്റ് അനു ആണ് അല്ലെ. അപ്പൊ യെസ്റ്റർഡേ ഇതുപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ അല്ലെ, ബിഫോർ, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ. പാസ്റ്റിലത്തെ ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് V2 ഫോം ഓഫ് ദി വെർബ് ആയിട്ടുള്ള വെന്റ് യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് മൈ ബർത്ത്ഡേ ഇസ് ഡാഷ് October 28th. എന്തായിരിക്കും ആൻസർ? എനിക്ക് തോന്നുന്നു കുറച്ച് പേരെങ്കിലും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. മൈ ബർത്ത്ഡേ ഇസ് ഡാഷ് October 28th. ആൻസർ ഓൺ ആണ്. ഓപ്ഷൻ സി ആണ്, ഓൺ ആണ്. മൈ ബർത്ത്ഡേ ഇസ് ഓൺ October 28th ആണ്. ഓക്കെ, അപ്പൊ എക്സാക്ട് ആയിട്ട് ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 28th അല്ലെങ്കിൽ മൺഡേ, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയില്ലേ, ഇന്ന ദിവസമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ആ 28th കൂടെ കൊടുത്തത് കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഓൺ എന്ന് കൊടുക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് യൂസ് ചെയ്യായിരുന്നു. ഓക്കെ, ഇൻ 1997 അങ്ങനെ പറയാം. ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ആ വർഷത്തിനുള്ളിൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇൻ ഏതെങ്കിലും ഒരു മാസം നമുക്ക് യൂസ് ചെയ്യാം. ഇൻ ഫെബ്രുവരി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ഡേറ്റ് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഓൺ യൂസ് ചെയ്യാനുള്ള റീസൺ കേട്ടോ. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയേ. ദ മീനിങ് ഓഫ് ദി വേർഡ് ഗ്യാരുലസ്. ഇത് നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ SSCയുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ്. നമ്മൾ എപ്പോഴും പറയും ഈ വൊക്കാബുലറി പഠിക്കുമ്പോൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ് ആണ് ഗ്യാരുലസ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു തന്നേ, ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള അല്ലെ. ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് സിമ്പിൾസ് ഒക്കെ ഒന്ന് വേഗം പറഞ്ഞു തന്നെ. ഗ്യാരുലസ്, ടോക്കറ്റീവ്. അതേപോലെ നമുക്ക് എന്തൊക്കെ പറയാം? ലൊക്കേഷ്യസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പൊ ലോക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. ലൊക്കേഷ്യസ്, ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കും. പിന്നെ ഏതല്ല? വെർബോസ് അല്ലെ. വെർബോസ് എന്ന് പറയുമ്പോൾ ധാരാളം സംസാരിക്കുന്ന ഒരാളുടെ വർത്താനത്തിൽ കുറെ വെർബുകളൊക്കെ ഉണ്ടാവും എന്ന് ഓർത്ത് വയ്ക്കാം. ശരിയല്ലേ? ഇതിന്റെയൊക്കെ ആന്റണിയം ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ടാസിറ്റേൺ, വൺ ഹു ടോക്സ് ലെസ് അല്ലെ. ടാസിറ്റേൺ പറയാം. അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ സംസാരിക്കുള്ളൂ. അല്ലെങ്കിൽ റെറ്റിസെന്റ് എന്ന് പറയാം.
ശരിയല്ലേ? അല്ലെങ്കിൽ ഒരു ഇഡിയം പറയുകയാണെങ്കിൽ ഷ്രിങ്കിങ് വയലറ്റ് എന്ന് പറയാം. ഉൾവലിഞ്ഞിട്ടല്ല, ഷ്രിങ്ക് ചെയ്യാം അല്ലെ? ഇതൊക്കെ ഇതിന്റെ ആന്റണിയം ആയിട്ടൊക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഇഡിയം ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കാം. നൈദർ ഓഫേഴ്സ് ഡാഷ് സ്വീറ്റ്സ്. എന്തായിരിക്കും ആൻസർ? നൈദർ ഓഫേഴ്സ് ലൈക്സ് സ്വീറ്റ്സ് ആണ്. ഓക്കെ, നൈദർ ഒക്കെ വരുമ്പോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. നൈദർ ഓഫേഴ്സ് ലൈക്സ് സ്വീറ്റ്സ് ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇത് PSC മുമ്പും ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ഇനി അടുത്തത്, കോൾട്ട് ഇസ് എ യങ്ങർ വൺ ഓഫ് ഡാഷ്. എന്തിന്റെ കുഞ്ഞിനെയാണ് നമ്മൾ കോൾട്ട് എന്ന് പറയാ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ വൊക്കാബുലറി ക്ലാസ്സിൽ. വേഗം പറഞ്ഞാൽ എന്തിന്റെ കുഞ്ഞിനെ നമ്മൾ കോൾട്ട് എന്ന് പറയുന്നേ? ഹോഴ്സിന്റെ ആണ് അല്ലെ? ഹോഴ്സിന്റെ യങ് വണ്ണിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൾട്ട് എന്ന് പറയാ. ഓക്കെ, അപ്പൊ കോൾട്ട് ഇസ് ദി യങ്ങർ വൺ ഓഫ് ഹോഴ്സ് ആണ്. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 10 ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അല്ലെ? എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ പലരും പലതും തെറ്റിച്ചിട്ടുണ്ടാവും. നമ്മൾ പഠിച്ചു വരുന്ന ആൾക്കാരാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് തെറ്റുകളൊക്കെ വരും. അപ്പൊ തെറ്റ് വന്നിട്ടുള്ള ടോപ്പിക് കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു 10ഓ 15ഓ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തിട്ട് നാളെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടോപ്പിക്, നിങ്ങൾ തെറ്റ് വരുത്തിയിട്ടുള്ള ടോപ്പിക് ഓക്കെ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ നിങ്ങളുടെ മാർക്സ് കമന്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. നമ്മൾ ഡെയിലി ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ വീതമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അടുത്തത് ഫയർമാൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ഓക്കെ, അതിലെ ഫസ്റ്റ് വൺ, വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ദ പോലീസ്മാൻ ടോൾഡ് ദി ബോയ്. ചൂസ് ദി കറക്റ്റ് സെന്റൻസ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. ഓക്കെ, അപ്പോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയണം. ഓക്കെ, അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേ? റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ നോക്കണം അല്ലെ? അത് വേണം ഫസ്റ്റ് നോക്കാനായിട്ട് കേട്ടോ. റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞ ആളാരാ? ഇത് എവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞാണ്. ഈ ടോൾഡിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയാം. ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ, V2 ഫോമിലാണെങ്കിൽ നമ്മൾ ഈ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പോർഷന്റെ ടെൻസ് മാറ്റണം എന്നുള്ളതാണ് റൂള്. അപ്പൊ ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഡിഡ് ഗോ അല്ലെങ്കിൽ ഡിഡ് സിംഗ് അല്ലെങ്കിൽ ഡിഡ് ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഡാൻസ്ഡ് എന്നുള്ള മീനിങ് ആണ് അല്ലെ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അല്ലെങ്കിൽ ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ വെന്റ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്തായിട്ട് മാറും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻസ് നോക്കിയേ. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഉള്ള ഒറ്റൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഏതാണ് ആൻസർ? ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് അല്ലെ? ദ പോലീസ്മാൻ ആസ്ക്ഡ് ദി ബോയ് വേർ ഹി ഹാഡ് ഗോൺ ദി പ്രീവിയസ് ഡേ. യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേ ആയി, പിന്നെ വേർ കൊടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ? വേർ ഹി ഹാഡ് ഗോൺ ആണ് കേട്ടോ. അല്ലാണ്ട് ചിലപ്പോ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവര് വേർ ഹാഡ് ഹി എന്നൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല, അത്ര കൺഫ്യൂഷൻ വന്നിട്ടില്ല. പക്ഷെ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, വേർ ഹി ഹാഡ് ഗോൺ എന്നും കൊടുക്കാം, വേർ ഹാഡ് ഹി ഗോൺ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോ, ഡയറക്ട് സ്പീച്ചിൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരിക്കലും ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, അത് സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആലോചിക്കാം. ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു, നമ്മൾ അത് പോയിട്ട് വേറൊരാളോട് പറയുമ്പോൾ ഒരിക്കലും ചോദ്യമായിട്ടായിരിക്കില്ല നമ്മൾ പറയാ അല്ലെ? നമ്മൾ അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോമിലായിരിക്കും പറയാ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ. വേർ ആദ്യം വന്നു, അതിനുശേഷം സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി വരണം, പിന്നെ വേണം എന്ത് വരാൻ? ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഹാഡ് വരാൻ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണു. ഇനി നമുക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകളിലൊക്കെ കൂടുതൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നോക്കാം. സെക്കൻഡ് വൺ, ദ അത്ലറ്റ് ഡാഷ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. ഒന്ന് ആൻസർ പറഞ്ഞോളൂ. ഈ ലൈ, പിന്നെ ലേ, ലെയിൻ അല്ലെങ്കിൽ ലൈഡ്, ഇതൊക്കെ നമ്മുടെ PSCയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഈ ഒരു പോർഷൻ എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ ഇവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ക്രൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ? ക്രൈഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ? അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, V2 ഫോം ആണ്. അപ്പൊ ഇവിടെയും എന്ത് വരണം? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ആൻസർ ആയിട്ട് വരിക അല്ലെ? V2 ഫോം ആയിരിക്കും വരിക. ഇനി ദ അത്ലറ്റ് ഡാഷ് ഓൺ ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ കിടന്നു, ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ് അല്ലെ? അപ്പൊ കിടക്കുക എന്ന മീനിങ് വരുന്ന വേർഡ് ഏതായിരിക്കും? ലൈഡ് ഏതാ വരിക? ലൈ, ലേ, പിന്നെ ലെയിൻ. ഇതാണ് നമുക്ക് 3 ഫോംസ് പഠിക്കാനുള്ളത് അല്ലെ? കിടക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ലൈ, ലേ, ലെയിൻ ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ V2 ഫോം എന്ന് പറയുന്നത്
ലേ ആണ് കേട്ടോ. അപ്പൊ ലേ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ ലൈ ഉണ്ട്. ആ ലൈ എന്ന് പറഞ്ഞാൽ എന്താ? നുണ എന്നുള്ള രീതിയിലാണ് അല്ലെ. അതിന്റെ V2 ഫോം എന്താ? ലൈഡ്. ലൈ, ലൈഡ്, ലൈഡ്. അപ്പൊ എന്തായാലും ഇവിടെ നുണയല്ല വരണേ. കിടന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോ പാസ്റ്റ് ടെൻസ് പറയുമ്പോ ലേ വേണം ആൻസർ ആയിട്ട് വരാനായിട്ട് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. അപ്പൊ ഇവിടെ നമുക്ക് 4 വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഷൗഫർ അല്ലെ, ഡ്രൈവർ. ക്യാമോഫ്ലേഗ്, പിന്നെ ഇതാ ഡിക്ലറേഷൻ, പിന്നെ നോക്കിയേ ഒണമാറ്റോ പോയിയ. അപ്പൊ ഇവിടുത്തെ തെറ്റായിട്ടുള്ള റോങ്ലി സ്പെൽഡ് വേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഇവിടെ ഒരു ഐയും കൂടെ വേണം അല്ലെ. ONOMATOPOEIA എന്ന് വേണമെങ്കിൽ പഠിക്കാം കേട്ടോ. ഒണമാറ്റോ പോയിയ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാല് കുറച്ച് സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോ സ്നേക്സ് ഉണ്ടാക്കുന്ന സൗണ്ട്, ഹിസ് എന്നുള്ള ഒരു സൗണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്താ പറയാ ഒണമാറ്റോ പോയി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദ ഇഡിയം ഓൺ ദി ത്രോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ദി ത്രോട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്? കോൺസിക്യൂട്ടീവ്ലി, അടുപ്പിച്ചടുപ്പിച്ച് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്താ പറയാ ഓൺ ദി ട്രോട്ട് എന്ന് പറയാ. ഓൺ ദി ട്രോട്ട് ഇറ്റ് മീൻസ് കോൺസിക്യൂട്ടീവ്ലി, അടുപ്പിച്ചടുപ്പിച്ച്. ദ വേർഡ് കാറ്റോട്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? ഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പേടിയാണ് അല്ലെ. പലതിനെയും കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്തിനെ കുറിച്ചുള്ള പേടിയാണ്? ദ ഫിയർ ഓഫ് മിറേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, മിറേഴ്സിനെ കുറിച്ചുള്ള പേടിനെയാണ് നമ്മൾ എന്ത് പറയാ കാറ്റോട്രോഫോബിയ എന്ന് പറയുന്നത് കേട്ടോ. ദ ഫിയർ ഓഫ് മിറേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ലെയിൻ ആരും മറക്കണ്ട, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുമ്പും PSC കുറെ വർഷങ്ങൾക്ക് മുമ്പും PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് എടുത്ത് അതിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് സെറ്റാക്കി കൊണ്ടുവരാൻ ശ്രമിക്കണേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബാലൂസ് റിട്ടേൺ ദി ബുക്ക്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം ബാലു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു അപ്പസ്ട്രോഫി ഇട്ടിട്ട് എസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ എസ് കാണുമ്പോൾ പലർക്കും ഉള്ള ഒരു വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് വരും അല്ലെങ്കിൽ വാസ് വരും എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ എസ് എന്ന് പറയുമ്പോൾ എസ് വരാം, വാസ് വരാം, ഹാസ് വരാം. അങ്ങനെ എസ് ഉള്ള ആര് വേണമെങ്കിലും വരാം കേട്ടോ. എസ്സോ വാസോ അല്ലെങ്കിൽ ഹാസോ ഒക്കെ വരാം. ഇത് നമ്മൾ എങ്ങനെയാ അതിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്? എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നേ ഇവിടെ ഏത് ആൻസർ ആയിട്ട് വരണ്ടേന്നുള്ളത്? ഈ എസിന് ശേഷം റിട്ടൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. റിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ? V3 ഫോം ഓഫ് ദി വെർബ് ആണ് അല്ലെ. റിട്ടൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് V3 ഫോം ഓഫ് ദി വെർബ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ബാലൂസ് റിട്ടൺ ദി ബുക്ക്. ഓക്കെ, എന്തിന്റെ മുമ്പിലായിരിക്കും നമ്മൾ V3 ഫോം? ഐ മീൻ ഏത് വാക്കിന് ശേഷമായിരിക്കും നമ്മൾ V3 ഫോം യൂസ് ചെയ്യുക? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം V3 ഫോം. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ അല്ലെങ്കിൽ ഇവിടെ എസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയായിരിക്കും? ഹാസിനെയാണ് അല്ലെ. ഹാസ് ആണ് ഇവിടെ ഓപ്ഷനിൽ നമുക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഹാസ് ആൻഡ് ഹി ആണ് നമ്മുടെ ആൻസർ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ഈ ഹാസിന് ശേഷമാണ് നമ്മൾ V3 ഫോം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഹാസ് ആൻഡ് ഹി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദ മീനിങ് ഓഫ് ദി ഫ്രേസ് കാർട്ടെ ബ്ലാങ്ക്. കാർട്ടെ ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിച്ചിട്ടുള്ളതാണ്, വേഗം പറഞ്ഞോളൂ. PSC ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ആക്ട് ആസ് വൺ തിങ്സ് ബെസ്റ്റ്. ഓക്കെ, കംപ്ലീറ്റ് ഫ്രീഡം കിട്ടുക, അതിനെയാണ് എന്ത് പറയാ? കാർട്ടെ ബ്ലാങ്ക് എന്ന് പറയാം അല്ലെ. നമുക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മുടെ ബ്ലാങ്ക് ചെക്ക് അറിയാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർത്ത് വെക്കാം. ഒരു ബ്ലാങ്ക് ചെക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം കിട്ടുകയാണ് അല്ലെ. നമുക്ക് എത്ര പൈസ വേണമെങ്കിലും എഴുതിയെടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പോ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ആന്റണിം ഓഫ് ദി വേർഡ് റിഡൻഡന്റ്. അപ്പോ എക്സാമിന് ഇരിക്കുമ്പോ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. സിനോണിം ആണോ ആന്റണിം ആണോ ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. റിഡൻഡന്റ് ആന്റണിം ആണ് ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെസസറി അല്ലാത്തത് അല്ലെ, ആവശ്യമില്ലാത്തത് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരണ്ടേ? ആവശ്യമുള്ളത്, നെസസറി ആയിട്ടുള്ള. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് സെന്റൻസ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഓക്കെ, ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ടൊന്ന് ആൻസർ പറയാം. വെറുതെ ഞാൻ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിലോട്ട് കേട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം. ഓക്കെ, അപ്പോ ഒരു സെന്റൻസിൽ 2 ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നടക്കുന്ന ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലായിരിക്കണം, രണ്ടാമത് നടക്കുന്ന ആക്ഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ആണ്. ഓക്കെ, ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കെയിം.
അവൻ വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അവന്റെ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആദ്യം നടന്നിട്ടുള്ള ആക്ഷൻ എന്താ? ഹാഡ് ലെഫ്റ്റ് ആണ് ഫസ്റ്റ് ആക്ഷൻ. അത് ഏത് ഫോമിൽ എഴുതണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എഴുതണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണ് അതിന്റെ ഫോർമാറ്റ്. കിട്ടുന്നുണ്ടല്ലോ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. വെൻ ഐ റീച്ച് ദി റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയും അല്ലെ. അതേപോലെ തന്നെ കേട്ടോ. ഇനി അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, ദ ഓഫീസർ വെന്റ് ഡാഷ് ദി റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. എന്തായിരിക്കും ആൻസർ? വെന്റ് കാണുമ്പോൾ മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഗോ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഗോന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് കേട്ടോ. അപ്പൊ രണ്ടിനും ബാധകമാണെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു. ദ ഓഫീസർ വെന്റ് ഓവർ ദ റിപ്പോർട്ട് മെനി ടൈംസ് അല്ലെ ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. വെന്റ് ഓവർ എന്ന് പറഞ്ഞാൽ എന്താ? കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലെ. ഗോ ഓവർ അല്ലെങ്കിൽ കാര്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഓഫീസർ വെന്റ് ഓവർ ദി റിപ്പോർട്ട് മെനി ടൈംസ്, ഒരുപാട് തവണ ആ റിപ്പോർട്ട് നോക്കി, ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. ഓക്കെ. ഇനി ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ അല്ലെങ്കിൽ വെന്റ്. ഓക്കെ. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻക്രീസ് ചെയ്യുക അല്ലെ. ഗോ അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറഞ്ഞാൽ ഷോ മസ്റ്റ് കണ്ടിന്യൂ. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇനി ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോ ഓഫ് ഇത് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഡ് ചെയ്യുക, എക്സ്പ്ലോഡ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക. ഓക്കെ. ഗോ പോയിട്ട് ഓഫ് ചെയ്യുക. പോയിട്ട് സ്റ്റൗ ഓഫ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും അല്ലെ. കുക്കറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ പോയിട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പറ്റും? പൊട്ടിത്തെറിക്കും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക കേട്ടോ. എക്സ്പ്ലോഡ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഫയർമാനെ ബേസ് ചെയ്തിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ്. എല്ലാം അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നിങ്ങൾക്കും ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും അതൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി കൊണ്ടുവരിക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ. അതായത് ഇപ്പൊ ടെൻസ് ആണോ നിങ്ങൾ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ടെൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു 10 ക്വസ്റ്റ്യനോ 15 ക്വസ്റ്റ്യനോ എക്സ്ട്രാ ചെയ്ത് സെറ്റ് ആക്കി കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് നമുക്ക് നാളെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ തെറ്റ് വരുത്തിയിട്ടുള്ള പോർഷൻ ഒക്കെ നിങ്ങൾ ശരിയാക്കുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യുക. നമുക്ക് അടുത്ത എക്സാമുകളിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.